രണ്ട് സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുടുംബം അങ്ങനെ തന്നെ ഇല്ലാണ്ട് കഥ ഞാൻ പറഞ്ഞേരെ. എല്ലാം പോലെ തന്നെ ഇന്നും 3:30 സിനിമ ഉറങ്ങി എടുക്കുമ്പോഴത്തേക്ക് 3:50 റൂമിലെല്ലാവരും ഉറങ്ങുന്നുണ്ട്. ഇതുപോലെ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ റൂമിന് ഡോർ അടയ്ക്കും. മുൻഷി കോയിനെ പിടിച്ചതിൻ്റെ തൊട്ട് ഞാൻ ഈ കുടയും പിടിച്ച് പോകുന്ന വേറെ ഒന്നും കൊണ്ടല്ല. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്ക് റേപ്പിയുടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തലകുത്തി വന്നാലും ഞാൻ അവിടെ നേരത്തും കാര്യത്തും എത്തൂലെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഓടി. അങ്ങനെ ഇങ്ങനെയല്ലോ PVR ഉണ്ടായി ഏടിൻ്റെ സമയം കൂടി ഉള്ളത് കൊണ്ട് ഞാൻ കറക്റ്റ് ആ ടൈറ്റിൽ കാണിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ എങ്ങനെയല്ലോ തപ്പിപ്പിടിച്ച് നമ്മളെ സീറ്റും കണ്ടെത്തി ഫസ്റ്റ് സിനിമ കഴിഞ്ഞു. അതിൻ്റെ ആ എൻ ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ് വന്നിക്ക്, കാരണം അടുത്ത സിനിമ കാണാനുള്ളതാണ്. അങ്ങനെ അടുത്ത സിനിമ കണ്ട പൊലിവിൻ്റെ അകത്ത് ഞാൻ എങ്ങനെയല്ലോ പാഞ്ഞ് കയറി പിന്നെ അവിടെ തന്നെ എത്തി. പക്ഷേങ്കിൽ ഈ ചായൻ്റെ PRൽ മുനിസിപ്പാലിറ്റി കക്കൂസ് പോലെ തിയേറ്റർ ഉള്ളതിനാലും എൻ്റെ ആ വെപ്രാവളം കാരണമായാലും ഞാൻ വേറെ തിയേറ്ററിൽ പോയി കാര്യം. പക്ഷെ അടുത്ത് നോക്കുമ്പോൾ എൻ്റെ സീറ്റിൽ വേറെ ചെക്കനും പെണ്ണും കാര്യമിരിക്കുന്നു. ഞാൻ അവളെ നല്ല അറഞ്ചും പുറഞ്ഞും പയറേ ഓളോളെ ഫോണിൽ എടുത്തിട്ട് എനിക്ക് ടിക്കറ്റ് കാണിച്ചത്. പക്ഷേ ഈ ടിക്കറ്റ് കാണിക്കുമ്പോൾ ഓളോളെ വാട്സപ്പിൽ ആ ചങ്ങായി നമ്പർ സേവ് ചെയ്ത് കാണിച്ചത് വേറെ ഒന്നുമല്ല, ഡേറ്റിംഗ് പാർട്ട്ണർ നമ്പർ, മറ്റൊരു നമ്പർ. ആ സാധനം ആ ചങ്ങായി കണ്ടതോടെ ഓൻ്റെ പിരിയെല്ലാം പോയിക്കാൻ തീരുന്നവിടെ ഞാൻ ആ ഇരുട്ട തന്നെ വേഗം തടി തപ്പി, കാരണം എല്ലാം അവിടെ നിൽക്കേണ്ട അടി കിട്ടും. അങ്ങനെ നമ്മളെ സീറ്റിൽ തന്നെ പോയിരുന്ന് അടുത്ത സിനിമയും കണ്ട് നേരെ പുറത്തേക്ക് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ചായ കുടിക്കുമ്പോൾ കാണാൻ 420 ബോക്കോണ്. അത് കണ്ട് കണ്ണും തള്ളിച്ച് ഞാൻ നേരെ പുറത്ത് ഒരു അടിപൊളി ഒരു ബിരിയാണി നേരെ പുറക്കേക്ക്